ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇത് തുടങ്ങാം കേട്ടോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പേഴ്സണൽ മാനേജ്മെന്റ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ. പേഴ്സണൽ മാനേജ്മെന്റ് വിചാരം ഫങ്ഷൻസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഓർക്കുന്നുണ്ടല്ലോ അല്ലെ. പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസമാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ ദിവ്യ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അത് എപ്പോഴും നിങ്ങൾ ഓർത്തു വെക്കണം. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോഴേ പേഴ്സണൽ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ രണ്ടും ഒരുപോലെ ഓക്കെ ഗതീച്ച ഓക്കെ അത് തന്നെ ഞാൻ പറയാൻ വന്നത്. ടാസ്ക് ഓറിയന്റഡ് ആണ് കേട്ടോ. അത് തന്നെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ടാസ്ക് ഓറിയന്റഡ് ആണ്. ദാറ്റ് ഫോക്കസസ് ഓൺ ദ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾക്കാണ്. ഓക്കെ കാവേരി കറക്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കാര്യം ഇനി പറയുന്ന ഭാഗങ്ങള് മനസ്സിലാവണമെങ്കിൽ അത് നമ്മുടെ ഈ ഒരു പോയിന്റ് ഉണ്ടായിരിക്കണം. എന്നാലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അത് ടാസ്ക് ഓറിയന്റഡ് ആണ്. അവിടെ ഫോക്കസസ് ഓൺ ദ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ അതിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തു. ഒന്ന് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ആണ്, മറ്റൊന്ന് മാനേജറിയൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണ്. ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ മാനേജിങ് ദ എന്താണ് എംപ്ലോയീസ് അല്ലെ. എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസിനകത്ത് വരുന്നത്. അത് സ്പെസിഫിക് ആയിട്ടുള്ള ചില ഫംഗ്ഷൻസുകളാണ്. ഓക്കെ, മാനേജീരിയൽ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ആക്ടിവിറ്റീസ് ആണ് ദാറ്റ് ഈസ് നെസസറി ഫോർ മാനേജിങ് ദ ഓപ്പറേഷൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഓക്കെ കാവേരി കറക്റ്റ് ആണ്, കോമൺ ആണ്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് മാനേജീരിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് കോമൺ ആയിരിക്കും. ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷന് മാനേജീരിയൽ ഫംഗ്ഷൻസ് എപ്പോഴും കോമൺ ആയിരിക്കും. അതേസമയം ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് ചില സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് പേഴ്സണൽ മാനേജ്മെന്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനെ കൂടെ വായിച്ചു. ദ മാനേജ്മെന്റ് ഹാസ് ബീൻ സൂപ്പർസീഡഡ് ബൈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ടെക്നോളജി ഹാസ് ടേക്കൺ പ്ലേസ് ആൻഡ് ദ ഹ്യൂമൻസ് ആർ റീപ്ലേസ്ഡ് ബൈ മെഷീൻസ്. നമുക്കറിയാലേ ഇന്നിപ്പോ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലെ. ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മെഷീനറീസുകളും മറ്റുമൊക്കെ വന്നു കഴിഞ്ഞു. എങ്കിൽ കൂടിയും നമ്മൾ ഹ്യൂമൻ റിസോഴ്സിന് തന്നെയാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ അത്രയേ ഉള്ളൂ. പേഴ്സണൽ മാനേജ്മെന്റ് അത് ടാസ്ക് ഓറിയന്റഡ് ആണ്. അവിടെ ഫോക്കസസ് ഓൺ ദ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. then നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? അത് നമുക്ക് നോക്കാം കേട്ടോ. ശ്രദ്ധിക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് is that specialized and organized branch of management which is concerned with the acquisition, maintenance, development, utilization and coordination of people at work in such a manner that they will give the best to the enterprise. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് തന്നെയാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനമായിട്ട് എന്താണ്? അതൊരു പീപ്പിൾ ഓറിയന്റഡ് ആണ് അല്ലെ. മറ്റേത് ടാസ്ക് ഓറിയന്റഡ് ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതേ കത്തിച്ചു കറക്റ്റ് ആണ്. മാൻ പവർ ഓറിയന്റഡ് അഥവാ പീപ്പിൾ ഓറിയന്റഡ് ആണ്. That focuses on the people at work. Okay, very correct ആണ്. People oriented ആണ്. That focuses on the people at work. ജോലി ചെയ്യുന്ന ആളുകളെയാണ് അത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. വർക്കേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാല് അവരുടെ ഇംപ്രൂവ്മെന്റ്, അവരുടെ പെർഫോമൻസ്, അവരുടെ ടാലന്റ്, അവരുടെ സ്കില്ല്, അവരുടെ എബിലിറ്റി അതിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് നോക്കിയിരുന്നത്? ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അല്ലെ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ
specialized and organized branch of management. Is a organized branch of management ആണ്. അത് എന്തുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നോക്കി. Acquisition. Acquisition means എന്താണ്? Hiring and selecting. അല്ലെ? Hiring and recruiting and selecting. ഇതാണ് acquisition എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ? ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിക്രൂട്ട് ചെയ്യുന്നു, അവരെ ഹയർ ചെയ്യുന്നു, അവരെ സെലക്ട് ചെയ്യുന്നു. എന്താണ് മെയിൻ്റെനൻസ് അല്ലെ? മെയിൻ്റെനൻസ് മീൻസ് എന്താണ്? നമ്മളവിടെ റീറ്റെയിൻ ദ എംപ്ലോയീസ് അല്ലെ, ബൈ ഗിവിംഗ് ദ സപ്പോർട്ട് ആൻഡ് ബെനിഫിറ്റ്സ് അല്ലെ. ഈ പറയുന്ന എംപ്ലോയീസിന് നല്ല നല്ല ബെനിഫിറ്റുകൾ കൊടുത്ത് അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ റീറ്റെയിൻ ചെയ്യാണ് അല്ലെ, അവരെ മെയിൻറ്റെയിൻ ചെയ്യാണ്, അവരവിടെ നമ്മളെ നിലനിർത്തുന്നു. അതുപോലെ തന്നെ എന്താണ്? ഡെവലപ്മെന്റ് അല്ലെ. എങ്ങനെയാ നമ്മൾ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത്? അവർക്ക് ട്രെയിനിങ്ങിലൂടെയും മറ്റും നമുക്ക് അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെ. അവരുടെ സ്കില്ല്, അവരുടെ നോളജ്, അവരുടെ എബിലിറ്റി ഇതെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ യൂട്ടിലൈസേഷൻ അല്ലെ, യൂട്ടിലൈസേഷൻ ഓഫ് എംപ്ലോയീസ്. നമ്മൾ എംപ്ലോയീസിനെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട്, ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അവരെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ യൂട്ടിലൈസ് ചെയ്യേണ്ട, നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ അവരെ വളരെ എഫിഷ്യന്റ് ആയിട്ട്, ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ അവരെ യൂട്ടിലൈസ് ചെയ്യുന്നു. ആൻഡ് കോർഡിനേഷൻ ഓഫ് പീപ്പിൾ അറ്റ് വർക്ക്, അവരെ കോർഡിനേറ്റ് ചെയ്യുന്നു അല്ലെ. അതായത് നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളെ പൊരുത്തപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനവുമായിട്ട് അതിന്റെ ലക്ഷ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ അവരെ എന്ത് ചെയ്തെടുക്കുകയാണ്? മോൾഡ് ചെയ്തെടുക്കുകയാണ് അല്ലെ, അവരെ കോർഡിനേറ്റ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാനേജ്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതും ഏത് രീതിയിലാണ്? ഇൻ സച്ച് എ മാനർ ദാറ്റ് ദേ വിൽ ഗിവ് ദ ബെസ്റ്റ് ടു ദ എന്റർപ്രൈസ്. അതായത് ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് പരമാവധി അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ബെസ്റ്റ് ഓഫ് ടു ദ എന്റർപ്രൈസ് എന്നാണ് പറഞ്ഞത്. അതായത് എംപ്ലോയീസിന് അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കോൺട്രിബ്യൂഷൻ ഒരു ഓർഗനൈസേഷന് കൊടുക്കുന്ന തരത്തില് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സസിന്റെ അക്വിസിഷൻ, മെയിൻ്റനൻസ്, ഡെവലപ്മെന്റ്, യൂട്ടിലൈസേഷൻ, കോർഡിനേഷൻ ഇവയുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെന്റിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് പഠിച്ചതാണ് ഹ്യൂമൻ റിസോഴ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലെ. ഇനി നോക്കൂ, വേറൊരു രീതിയിൽ കൂടെ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് refers to a systematic function of planning for the human resource needs and demands, selection, training, compensation and performance appraisal to meet those requirements. അത് മാത്രമല്ല, ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, ഒരു പ്ലാനഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ സ്ട്രാറ്റജിയാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സസിന്റെ നീഡ്സ്, അവരുടെ ഡിമാൻഡ്സ്, അവരുടെ സെലക്ഷൻ, ട്രെയിനിങ്, കോമ്പൻസേഷൻ, ദാറ്റ് മീൻസ് അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം, അതുപോലെ പെർഫോമൻസ് അപ്രൈസൽ അല്ലെ, അവരുടെ പെർഫോമൻസിന് നമ്മൾ വിലയിരുത്തി അതിന് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അപ്പൊ ആ രീതിയിൽ അവരുടെ റിക്വയർമെന്റ്സുകള് മീറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവരുടെ സെലക്ഷൻ, ട്രെയിനിങ്, കോമ്പൻസേഷൻ, പെർഫോമൻസ് അപ്രൈസൽ എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാനഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ഫംഗ്ഷൻ ആണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡെഫിനേഷൻ ആയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം അത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത് തികച്ചും എന്താണ്? പീപ്പിൾ ഓറിയന്റഡ് ആണ്. അവിടെ നമ്മൾ എംപ്ലോയീസിന് കൂടുതൽ എന്ത് കൊടുക്കുന്നുണ്ട്? പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലെ. അവരുടെ അക്വസിഷൻ, അതുപോലെ അവരുടെ മെയിൻ്റനൻസ്, അവരുടെ ഡെവലപ്മെന്റ്, അവരെ ഇഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അവരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത്. സോ അത് തികച്ചും എന്താണ്? പീപ്പിൾ ഓറിയന്റഡ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും. HRM പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അല്ലാതെ നമ്മൾ കേൾക്കുമ്പോൾ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് തന്നെയല്ലേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് ഒരു സംശയം തോന്നിയേക്കാം. പക്ഷെ ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. പേഴ്സണൽ മാനേജ്മെന്റ് ടാസ്ക് ഓറിയന്റഡ് ആണ്. അവിടെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ വർക്കേഴ്സിനെ വെറും ടൂൾസ് ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്.
വർക്കേഴ്സിനെ അവിടെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ടൂൾസ് ആയിട്ട്, ലൈക്ക് മെഷീൻസ് ആയിട്ടാണ് എന്താ പറയാ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം, അതിന് വേണ്ടിയിട്ട് അവരെ യൂട്ടിലൈസ് ചെയ്യുന്നു. അല്ലാതെ അവരുടെ കഴിവിനോ അല്ലെങ്കിൽ അവരുടെ സ്കില്ലിനോ എബിലിറ്റിക്കോ ഒന്നും അവിടെ യാതൊരു ഇമ്പോർട്ടൻസും സത്യം പറഞ്ഞ് കൊടുക്കുന്നില്ല. ജസ്റ്റ് അവരെ നമ്മളൊരു ടൂൾസ് ആയിട്ട് മാത്രമാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് പീപ്പിൾ ഓറിയന്റഡ് ആണ്. അവിടെ നമ്മള് ആളുകൾക്ക്, എംപ്ലോയീസിന്റെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ്, അവരുടെ എബിലിറ്റിക്ക് നമ്മൾ അവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യുന്നത് അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ വാല്യൂബിൾ അസറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ആയിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സസിനെ, HRM നമുക്ക് കണക്കാക്കുന്നത്. കേട്ടോ? ഓക്കെ, അത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഡിഫറൻസ് പഠിക്കാം. ഈ ഡിഫറൻസ് ആണ് ആദ്യം നമുക്ക് നോക്കേണ്ടിയിരുന്നത്. പക്ഷെ ആദ്യം നമുക്ക് എന്താണ് HRM, എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് ആദ്യം ക്ലിയർ ആണ്. എന്നിട്ട് വേണം അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട്. കേട്ടോ? അപ്പൊ അതിന്റെ മുകളിലുള്ള ഭാഗം നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. കേട്ടോ? അതായത് പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ ഓരോ പോയിന്റുകളായിട്ട് മാത്രം പഠിച്ചു വെക്കാം, മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, ആദ്യത്തെ നോക്കാം. ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് and human resource management lies in the scope and orientation. Underline ചെയ്തു വെക്കാം. അതായത് ഒരു പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോപ്പ് ആൻഡ് ഓറിയന്റേഷനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ഡിഫറൻസ്. സ്കോപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പരിധി, അതിന് എത്രത്തോളം ഒരു സ്കോപ്പ് ഉണ്ട്, പിന്നെ അതിന്റെ ഓറിയന്റേഷൻ, എന്തിനാണ് അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് സ്കോപ്പ് ആൻഡ് ഓറിയന്റേഷൻ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രധാനപ്പെട്ട ആ ഒരു ഡിഫറൻസ് അവിടെ നമ്മൾ പഠിക്കുന്നത്. കേട്ടോ? നോക്കുക. While the scope of personal management is limited, underline ചെയ്യാം, and has an inverted approach. Workers are viewed as tools. Here, the behavior of the worker can be manipulated as per the core competencies of the organization and are replaced when they are burn out. എന്താണ് അവിടെ പറയുന്നത്? പേഴ്സണൽ മാനേജ്മെന്റിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഓൾഡ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണ്. കേട്ടോ? ഒരു ഓൾഡ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണ്. അതിന് വളരെ ലിമിറ്റഡ് സ്കോപ്പ് മാത്രമേ ഉള്ളൂ. വളരെ നിയന്ത്രിതമായിട്ടുള്ള ഒരു സ്കോപ്പ് മാത്രമാണ് അവർക്കുള്ളൂ. മാത്രമല്ല, it has an inverted approach. അതായത് ഇൻവെർട്ടഡ് അപ്രോച്ച് എന്ന് വെച്ചൊരു നെഗറ്റീവ് സെൻസിലാണ് അത് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയോ? അവിടെ വർക്കേഴ്സ് ആർ ട്രീറ്റഡ് ആസ് ടൂൾസ്. കണ്ടോ? നേരത്തെ പറഞ്ഞതാണ്, വർക്കേഴ്സിനെ വെറും ടൂൾസ് ആയിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നത്, അതിന് വേണ്ടിയിട്ട് അവരെങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ അവർ ഉപയോഗപ്പെടുത്താം. അതിൽ യൂസേജ് മാത്രമല്ല, മിസ്യൂസിങ്ങും കാര്യങ്ങളും എക്സ്പ്ലോയിറ്റേഷനും എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ തികച്ചും അവരെ ടൂൾസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. Here, the behavior of the worker can be manipulated as per the core competencies of the organization and are replaced when they are burned out. കേട്ടോ? അപ്പൊ ഇവിടെ നമുക്കൊരു വർക്കറിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിൽ ആ സ്ഥാപനത്തിന്റെ കോമ്പീറ്റൻസി, അവരുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് രീതിയിലും അവർക്ക് വർക്കേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാം, അവരുടെ ബിഹേവിയറിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഓക്കെ, ഏത് രീതിയിൽ അവരെ എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഏതെങ്കിലും കാരണവശാൽ ബേൺ ഔട്ട് മീൻസ് ഇറ്റ് നോ ലോങ്ങർ യൂസ്ഫുൾ, അവർ യൂസ്ഫുൾ അല്ല, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് മോശമാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഈസി ആയിട്ട് അവർ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. ഇപ്പൊ നമ്മുടെ മെഷീനൊക്കെ കേട്ട് വന്നു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യില്ലേ, എന്നതുപോലെ തന്നെ വർക്കേഴ്സിനും അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യുന്നത്. തികച്ചും അവരുടെ വർക്കേഴ്സിനെ ടൂൾസ് ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. കേട്ടോ? അപ്പൊ ഓർത്തു വെക്കുക പോയിന്റുകള്. ഇതൊരു ഓൾഡ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണ്, ലിമിറ്റഡ് സ്കോപ്പ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? വർക്കേഴ്സ് ആർ ട്രീറ്റഡ് ആസ് ടൂൾസ് ആയിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. ആൻഡ് ആർ റീപ്ലേസ്ഡ് വെൻ ദേ ആർ ബേൺ ഔട്ട്. അതുപോലെ തന്നെ behavior of the worker can be manipulated as per the core competencies of the organization. ഓർഗനൈസേഷന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് രീതിയിലും അവർക്ക് വർക്കേഴ്സിന്റെ
പെരുമാറ്റം അല്ലെങ്കിൽ വർക്കേഴ്സിന് അവർക്ക് എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ ഓർക്കേണ്ട പോയിന്റ്. ഇതേ സെയിം പോയിന്റ് തന്നെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലോട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ് human resource management has a wider scope and considers the employees as the asset to the organization. Underline ചെയ്യാട്ടോ. അപ്പൊ അവിടെ ലിമിറ്റഡ് സ്കോപ്പ് ആണെങ്കിൽ ഇവിടെ എന്താണ് വൈഡർ സ്കോപ്പ് ആണ്. കുറെ കൂടെ സ്കോപ്പ് ഇവിടെ കൂടുതലാണ്. അത് മാത്രമല്ല എംപ്ലോയീസ് ആർ ട്രീറ്റഡ് ആസ് ആൻ അസറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. എംപ്ലോയീസിനെ ആ ഒരു സ്ഥാപനത്തിന്റെ അസറ്റ് ആയിട്ടാണ് അവിടെ കണക്കാക്കുന്നത് അല്ലെ. ഒരു വലിയൊരു അസറ്റ് ആയിട്ടാണ്, ജസ്റ്റ് ഒരു റിസോഴ്സ് ആയിട്ടല്ല, അവരുടെ വാല്യൂബിൾ അസറ്റ് ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മാത്രമല്ല ഇറ്റ് പ്രൊമോട്ട്സ് മ്യൂച്വാലിറ്റി ഇൻ ടേംസ് ഓഫ് ഗോൾസ്, റെസ്പോൺസിബിലിറ്റി, റിവാർഡ് എക്സെട്ര ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ എൻഹാൻസിംഗ് the economic performance and high level of human resource development. അത് മാത്രമല്ല ഇത് നല്ലൊരു മ്യൂച്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മ്യൂച്വാലിറ്റി എന്തിന്റെ കാര്യങ്ങളിലാണ്? ലക്ഷ്യങ്ങളായിക്കോട്ടെ, ഗോൾസിലായിക്കോട്ടെ, റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിലായിക്കോട്ടെ, മറ്റു റിവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷന്റെ കാര്യത്തിലായിക്കഴിഞ്ഞാലും അവിടെ മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലൊരു മ്യൂച്വാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഈക്വൽ ഷെയറിംഗ് ഓഫ് ഗോൾസ്, റെസ്പോൺസിബിലിറ്റി, റിവാർഡ്സ്, അതാണ് അത് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇരു കൂട്ടർക്കും ഒരുപോലെ എന്തുണ്ട് അവിടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, മ്യൂച്വാലിറ്റി ഉണ്ട്, ഈക്വൽ ഷെയറിംഗ് ആണ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിനും എംപ്ലോയീസിനും അവിടെ തുല്യ പ്രാധാന്യം ഉണ്ടെന്ന്. അവർക്ക് ഈക്വൽ ഷെയറിംഗ് ആണ്. ഇപ്പൊ ഒരു ലക്ഷ്യങ്ങൾ തന്നാലും ഗോൾസ്, ലക്ഷ്യങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിലായിക്കോട്ടെ, റിവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷന്റെ കാര്യത്തിലായിക്കോട്ടെ, അവിടെ മാനേജ്മെന്റിനും എംപ്ലോയീസിനും എന്തുണ്ട് ഒരു ഈക്വൽ ഷെയറിംഗിലാണ് അവർ പോകുന്നത്. ഒരു മ്യൂച്വാലിറ്റി അവർ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ആരും ചെറുത് വലുത് അങ്ങനെ ഒരു വ്യത്യാസമില്ല. മാനേജ്മെന്റിനും എംപ്ലോയീസിനും തുല്യ പ്രാധാന്യമാണ് അവിടെ ഉള്ളത്. അപ്പോ അങ്ങനെ ഒരു മ്യൂച്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ എൻഹാൻസിംഗ് ദ എക്കണോമിക് പെർഫോമൻസ്. അത് ആ ഒരു സ്ഥാപനത്തിന്റെ എക്കണോമിക് പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യും അല്ലെ, സാമ്പത്തികമായിട്ടുള്ള അവരുടെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യുന്നു. ആൻഡ് ഹൈ ലെവൽ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, അതിലൂടെ ഒരു ഹൈ ലെവൽ ഓഫ് അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റും സാധ്യമാകുന്നു അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റും സാധ്യമാകുന്നു. കാര്യം എന്താണ്, നമ്മൾ ശരിക്കും അവരെ അസറ്റ് ആയിട്ട് കണക്കാക്കണം. അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, അവർക്ക് സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്യുന്നു, അവർക്ക് കരിയർ ഗ്രോ ചെയ്യാനുള്ള എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്താണ്, അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുമ്പോൾ അത് നമ്മുടെ സ്ഥാപനത്തിന്റെ എക്കണോമിക് പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിലും അത് വഴിയൊരുക്കും. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. വ്യത്യാസം മനസ്സിലായോ? മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു നോക്കൂ, ജസ്റ്റ് ഒന്ന് വായിച്ചു. പിന്നെയും പോയിന്റുകൾ പഠിക്കാനുണ്ട് കേട്ടോ. ആ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പേഴ്സണൽ മാനേജ്മെന്റ് ലിമിറ്റഡ് സ്കോപ്പ് ആണ്. അതുപോലെ ഇത് ഓൾഡ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണ്. വർക്കേഴ്സ് ആർ ട്രീറ്റഡ് ആസ് ടൂൾസ് ആണ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വളരെ വൈഡർ സ്കോപ്പ് ആണ്. അതൊരു മോഡേൺ സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണ്. ഇവിടെ വർക്കേഴ്സ് ആർ ട്രീറ്റഡ് ആസ് ആൻ അസറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഓക്കെ, കേട്ടോ. നമുക്കൊരു അബദ്ധം പറ്റി, വേറൊന്നുമല്ല. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് ഇവിടെ പറയണമായിരുന്നു കേട്ടോ. അത് അതിന്റെ ബാലൻസ് ആണ്. കാര്യം ടെക്സ്റ്റിലത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷഫിൾ ചെയ്തിട്ടാണ് കിടക്കുന്നത്. അല്ലാതുമല്ല ആ HR ഫങ്ഷൻസ് വേറൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്, ഒരു ഡിഫറൻസ് വന്നിട്ട് വേറൊരു സ്ഥലത്താണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ ഒരു ഡെഫിനിഷൻ ഓർമ്മയുണ്ടല്ലോ. അതിന്റെ ബാലൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിന്റെ ബാലൻസ് ഒന്ന് നമുക്ക് വായിക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് പുട്ടിംഗ് ദ റൈറ്റ് മാൻ അറ്റ് ദ റൈറ്റ് ജോബ് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂസ് പ്രോസസ്. അതൊരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. എന്താണ്, ടെസ്റ്റ് കിട്ടിയിട്ടില്ല, ടെസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഓഫീസിൽ വിളിക്കാറില്ലേ, ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ടെക്സ്റ്റ് അയച്ചു തരും കേട്ടോ. ഓക്കെ, ഓഫീസായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ.
എത്രയും പെട്ടെന്ന് ടെക്സ്റ്റ് വാങ്ങിക്കോളൂ. ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല, കുറച്ചു പേർക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ വളരെ പതുക്കെയാണ് പോകുന്നത് കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കുക കേട്ടോ, സ്ക്രീൻ ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ ഒത്തിരി ഫാസ്റ്റ് ആയിട്ടല്ല പോകുന്നത്, പതുക്കെയാണ് പോകുന്നത്. അങ്ങനെ ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല എന്നറിയാം കുറെ പേർക്കൊക്കെ കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടാന്ന് ഓർത്തിട്ടാണ്. നോക്കിയാൽ മതി കേട്ടോ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. നമ്മൾ ഇതാണ് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് പുട്ടിങ് ദ റൈറ്റ് മാൻ അറ്റ് ദ റൈറ്റ് ജോബ്. അതായത് ഒരു ശരിയായ എംപ്ലോയിനെ ശരിയായ ഒരു ജോബ് പൊസിഷനിലോട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഇത് ശരിക്കും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് യൂട്ടിലൈസിങ് ദ ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അല്ലെ, ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് യൂട്ടിലൈസിങ് ആണ്. അതൊരു ആർട്ടായിട്ടാണ് പറയുന്നത്. കാര്യം എന്താ, ആ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസിനെ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു ആർട്ടാണ് ശരിക്കും, അല്ലെ. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഇറ്റ് ഇസ് ആൻ ആർട്ട് ഓഫ് യൂട്ടിലൈസിംഗ് ദി ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് എൻ ഓർഗനൈസേഷൻ in the most efficient and effective way. Then HRM covers a broad spectrum of activities which includes, അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, വീണ്ടും വീണ്ടും അവിടെ എഴുതിയിരിക്കുന്നത് മാത്രമേ കേട്ടോ. അപ്പോ HRM കവർ ചെയ്യുന്ന വിവിധ ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. HRM covers a broad spectrum of activities which includes, ഒരുപാട് ഒരു വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് HRM കവർ ചെയ്യുന്നുണ്ട് അല്ലെ. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ആ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച്. എംപ്ലോയ്മെന്റ്, അതുപോലെ എംപ്ലോയി സർവീസസ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ, സാലറി ആൻഡ് വേജസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, വർക്കിംഗ് കണ്ടീഷൻസ്, അപ്രൈസൽ ആൻഡ് അസസ്മെന്റ്. ഇങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസിനെ HRM കവർ ചെയ്യുന്നുണ്ട് അല്ലെ. എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ എംപ്ലോയി സർവീസസ് അല്ലെ, ജീവനക്കാരുടെ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ആളുകളെ റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ എഡ്യൂക്കേഷൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലെ, മറ്റുള്ള എന്താണ് നമ്മൾ പറയില്ലേ ട്രെയിനിങ് പ്രോഗ്രാം തന്നെയാണ്, അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അവരുടെ സാലറി ആൻഡ് വേജസ് അല്ലെ, അവരുടെ സാലറി വേജസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, സ്ഥാപനവുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങള്, പിന്നെ അവരുടെ ഹെൽത്ത്, സേഫ്റ്റി, പിന്നെ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസുകള്, പിന്നെ അവരുടെ പെർഫോമൻസ് വിലയിരുത്തുക, കൃത്യമായിട്ട് അതിന് വേണ്ട ഫീഡ്ബാക്ക് കൊടുക്കുക. ഇങ്ങനെ ഒരു റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ഇതിൽ കവർ ചെയ്യുന്നുണ്ട്, HRM കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ പറയുന്ന കാര്യങ്ങളൊക്കെ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും പേഴ്സണൽ മാനേജ്മെന്റും ആണ് നമ്മൾ പറയുന്നത്. അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മള് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി കുറച്ചും കൂടെ ഡിഫറൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ ശരിക്കും ഒരേ സ്ഥലത്താണ് വരേണ്ടത്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകെ ഷട്ടിലായിട്ട് എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. നോക്കാം. The following are the major differences between the personal management and the human resource management കേട്ടോ. ഓക്കെ, പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. പ്രത്യേകം മനസ്സിലാക്കി പോകണം, ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് പോയിന്റിലാണ് നമുക്ക് അവിടെ ഏകദേശം ഒരു 9 പോയിന്റുകളാണ് ഡിഫറൻസ് ആയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. നേരത്തെ പറഞ്ഞ ഡിഫറൻസ് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. Personal management deals with the workforce within the enterprise. The human resource management which focuses on the best possible use of the enterprise's manpower. Okay, അതായത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ വർക്ക് ഫോഴ്സ് വിത്തിൻ ദ എന്റർപ്രൈസ് അല്ലെ. അതായത് എന്റർപ്രൈസ് മീൻസ് ആ ഒരു സ്ഥാപനം അല്ലെ, ആ ഒരു സ്ഥാപനത്തിനകത്തുള്ള വർക്ക് ഫോഴ്സിനെ കൈകാര്യം ചെയ്യുന്ന അല്ലെ, ഡീൽ ചെയ്യുന്നതാണ് എന്ത്? പേഴ്സണൽ മാനേജ്മെന്റ്. ജസ്റ്റ് ഡീലിംഗ് മാത്രം. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഡീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എന്താ പറയാ, ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടണം, അതിന് വേണ്ടിയിട്ട് അവരെ ഡീൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അവരുടെ കഴിവിനോ അല്ലെങ്കിൽ അവരുടെ സ്കില്ലിനോ അതിനൊന്നും അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ജസ്റ്റ് അവരെ ഡീൽ ചെയ്യുക, അത്ര മാത്രമാണ് പേഴ്സണൽ മാനേജ്മെന്റ്. പക്ഷേ
human resource management which focuses on the best possible use of the enterprise manpower. അതായത് ഒരു സ്ഥാപനത്തിനുള്ളിലെ വർക്ക് ഫോഴ്സിനെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതാണ് എന്ത്? അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനകത്ത് ചെയ്യുന്നത്. നമ്മൾ വെറുതെ ഉപയോഗപ്പെടുത്തുന്നതും നമ്മുടെ സ്ഥാപനത്തിന്റെ നേട്ടം എന്താണ്, സ്ഥാപനത്തിന്റെ ആ ഒരു മാൻപവറിനെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താന്ന് പറയുന്നത് രണ്ടും വ്യത്യാസമുണ്ട്. എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗപ്പെടുത്താന്ന് പറയുമ്പോൾ അവരുടെ ഡെവലപ്മെന്റും കൂടെ നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് മാത്രമല്ല അവരുടെ ഡെവലപ്മെന്റിനും കൂടെ എന്ത് കൊടുക്കുന്നുണ്ട്, പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇസ് ദ അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ മാനേജ്മെന്റ് ഞാൻ പറഞ്ഞൊരു ഓൾഡ് സ്റ്റൈലാണ് അല്ലെ, അതിന്റെ കുറെ കൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാര്യം പേഴ്സണൽ മാനേജ്മെന്റിനകത്തുള്ള പല വിധത്തിലുള്ള ഡ്രോബാക്കുകളും മറ്റുമൊക്കെ അതിനെ ഒഴിവാക്കിയിട്ട് കുറെ കൂടെ റിന്യൂ ചെയ്ത് വന്നിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, പേഴ്സണൽ മാനേജ്മെന്റ് വ്യൂസ് വർക്കേഴ്സ് ആസ് ടൂൾസ് ഓർ മെഷീൻസ്, whereas human resource management views it as an important asset of the organization. നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്, പേഴ്സണൽ മാനേജ്മെന്റിന്റെ വർക്കേഴ്സിനെ നമ്മൾ അവിടെ ടൂൾസ് അല്ലെങ്കിൽ മെഷീൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, നേരെ മറിച്ച് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനകത്ത് നമ്മൾ അവരെ ഒരു വാല്യുബിൾ അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നാലാമത്തെ പോയിന്റ് നോക്കിയേ, ഡിസിഷൻ മേക്കിംഗ് ഈസ് സ്ലോ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് but the same is comparatively fast in human resource management. അതായത് നമ്മൾ പേഴ്സണൽ മാനേജ്മെന്റിലെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിക്കും പറഞ്ഞൊരു റൂൾ ബുക്ക് ആയിട്ടാണ്. ദാറ്റ് മീൻസ് ഒരു സ്ട്രിക്റ്റ് ലോ ആയിട്ട്, ഒരു സ്ട്രിക്റ്റ് ഒരു നിയമം പോലെയാണ് നമ്മൾ അവിടെ പേഴ്സണൽ മാനേജ്മെന്റിനകത്ത് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ലൈക്ക് എ സ്ട്രിക്റ്റ് റൂള്, ഒരു ഭയങ്കര കർശനമായിട്ട് പാലിക്കപ്പെടേണ്ട ഒരു റൂള് അല്ലെങ്കിൽ ഒരു നിയമം എന്നുള്ള രീതിയിലാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്ന് പറയുമ്പോൾ അവിടെ കുറെ കൂടെ റിജിഡാണ്, ഒട്ടും ഫ്ലെക്സിബിൾ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഒരു നിയമം പോലെ കുറെ റൂൾസുകൾ മുന്നോട്ട് വയ്ക്കുന്നു, അത് ബാക്കിയുള്ളതിനനുസരിക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് സ്ലോ ആണ്. കാര്യം എന്താന്ന് വെച്ചാൽ അവിടെ ശരിക്കും പറഞ്ഞൊരു സ്ട്രിക്റ്റ് ലോ പോലെയാണ് അവിടെ ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത്. തികച്ചും അത് റിജിഡാണ് എന്നുള്ള ഓർത്ത് വയ്ക്കാം. പക്ഷെ അതേ സംഭവം തന്നെ ഡിസിഷൻ മേക്കിംഗ് ഈസ് ഫാസ്റ്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പക്ഷെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ഡിസിഷൻ മേക്കിംഗ് കുറെ കൂടെ ഫാസ്റ്റ് ആണ്. കാര്യം എന്താണെന്നറിയോ, അവിടെ എംപ്ലോയീസിനെ നമ്മൾ ഒരുപോലെ കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെ, അവരുമായിട്ട് കൺസിഡർ ചെയ്ത് അവരെയും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മളൊരു തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, റിജിഡ് അല്ല, കുറെ കൂടെ ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് എന്താണ് അവിടെ കുറെ കൂടെ ഡിസിഷൻ മേക്കിംഗ് ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് മറ്റൊരു വ്യത്യാസം. അഞ്ചാമത്തെ പോയിന്റ് ആണ്, ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് there is a piecemeal distribution of initiatives. However, integrated distribution of initiatives is there in human resource management. അതായത് പേഴ്സണൽ മാനേജ്മെന്റില് നമ്മൾ ഈ പറയുന്ന HR ഇനീഷ്യേറ്റീവ്സ്, അതായത് HR പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒരു ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതാണ് അവിടെ പീസ്മീൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പേഴ്സണൽ മാനേജ്മെന്റിനകത്ത് നമ്മൾ ഈ നടത്തുന്ന എല്ലാ HR ഇനീഷ്യേറ്റീവ്സും ഒരു ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ കോർഡിനേഷൻ. അവിടെ വലിയ കോർഡിനേഷൻ ഒന്നും വരുന്നില്ല. അതായത് എല്ലാ ആളുകളിലേക്കും ഒരു ഫ്രാഗ്മെന്റഡ് ആയിട്ട്, അതാണ് പീസ്മീൽ എന്ന് പറയുന്നത്. ആ രീതിയിലാണ് അവിടെ HR പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, അതിൽ നിന്നും ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് അതിന്റെ ഒരു കോർഡിനേഷൻ ഇല്ല അവിടെ. അതേസമയം എന്താണ്, ഇനീഷ്യേറ്റീവ്സ് ആർ കോർഡിനേറ്റഡ് ആൻഡ് ഓർഗനൈസ്ഡ് അക്രോസ് ദ ഓർഗനൈസേഷൻ ഇൻ യൂണിഫൈഡ് സ്ട്രാറ്റജി ആൻഡ് അപ്രോച്ച്. ഇവിടെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. HRമിനകത്താണെങ്കിൽ അവിടെ ഇനീഷ്യേറ്റീവ്സുകളെല്ലാം, HR ഇനീഷ്യേറ്റീവ്സ് എല്ലാം വളരെ കോർഡിനേറ്റഡ് ആയിട്ട്, വളരെ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയുടെ അപ്രോച്ചിലൂടെയാണ് അവിടെ എല്ലാ ഇനീഷ്യേറ്റീവ്സും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്.
മനസ്സിലായല്ലോ? അതാണ് മറ്റൊരു വ്യത്യാസം. പേഴ്സണൽ മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് എല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു ഫ്രാഗ്മെന്റഡ് രീതിയിലാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വളരെ യൂണിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവിടെ ഈ എല്ലാ HR ഇനീഷ്യേറ്റീവ്സും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ 5 പോയിന്റുകൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഏതെങ്കിലും പോയിന്റുകൾ ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറയുക കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി, 5 പോയിന്റുകൾ ഒന്ന് വായിച്ചു നോക്കി, എന്തെങ്കിലും മനസ്സിലാവാമെങ്കിൽ വേണ്ടി പറയാം കേട്ടോ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? നമുക്ക് അടുത്ത പോയിന്റിലോട്ട് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നിങ്ങൾ പോയിന്റുകൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവരെ ആ പോയിന്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ടെക്സ്റ്റ് കിട്ടുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലായിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള പോയിന്റുകൾ പറയാണ്. 6ാമത്തെ പോയിന്റ് ഇതാണ്. ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് ജോബ് ഡിസൈൻ ഈസ് പ്രൈമർലി ബേസ്ഡ് ഓൺ ഡിവിഷൻ ഓഫ് വർക്ക്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ജോബ് ഡിസൈൻ ഈസ് പ്രൈമർലി ബേസ്ഡ് ഓൺ division of work, while in the case of human resource management, employees are divided into groups or teams for performing any task. Okay, എന്താണ് അവിടെ പറയുന്നത്? നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റിനകത്ത് അവിടെ നമ്മള് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. അതായത് വർക്ക് വിഭജനത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അവിടെ ജോലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായോ? ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഈ വർക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചില സ്മോളർ സ്പെസിഫിക് ടാസ്കുകളാക്കിയിട്ട് മാറ്റാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ ഓരോ സ്പെസിഫിക് ടാസ്കുകളും സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു ടീമിനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? വർക്കേഴ്സ് എല്ലാവരും തന്നെ ചെയ്യുന്നത്, വർക്കേഴ്സ് പെർഫോം ദ സെയിം ജോബാണ് റിപ്പീറ്റഡ്ലി. അതായത് വർക്കേഴ്സ് അവിടെ സെയിം ജോലി തന്നെയാണ് അവിടെ റിപ്പീറ്റ് ആയിട്ട് അവര് ചെയ്യുന്നുണ്ടാവാം. അതായത് നമ്മളൊരു സ്ഥാപനത്തിൽ ഇപ്പൊ ഒരു കണക്കെഴുതുന്ന ഒരാള് സ്ഥിരമായിട്ട് അയാൾ കണക്കെഴുതുക എന്നുള്ള ജോലി തന്നെയാണ് അയാൾ സ്ഥിരമായിട്ട് അവിടെ ചെയ്യുന്നത്. അയാൾക്ക് വേണ്ടിയിട്ട് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു ജോലിയാണ്. അയാൾ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല. കാലങ്ങളായിട്ട് ആ സ്ഥാപനത്തിലെ കണക്കെഴുത്തും കാര്യങ്ങളും അയാൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. മറ്റൊരു ടാസ്കുകളോ അയാൾക്ക് വരുന്നില്ല. അങ്ങനെ ഉണ്ടാവില്ലേ ചില ആളുകൾക്ക്? അതാണ് എന്റെ പേഴ്സണൽ മാനേജ്മെന്റിനകത്ത് അങ്ങനെയാണ്. ഓക്കെ, അവിടെ ജോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രൈമറിലി ബേസ്ഡ് ഓൺ ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വർക്കിനെ ചില എന്താണ് സ്മോളർ സ്പെസിഫിക് ടാസ്കുകളാക്കി മാറ്റുന്നു. എന്നിട്ട് ഓരോ സ്പെസിഫിക് ടാസ്കും ഇന്ന വ്യക്തികൾ എന്ന് പറഞ്ഞ് അവർക്ക് മാത്രമായിട്ട് ചുമതലപ്പെടുത്തി കൊടുക്കുകയാണ്. ആ സ്പെസിഫിക് ടാസ്കുകൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്കായിട്ട് അല്ലെങ്കിൽ ഒരു ടീമിനോ ഒരു ഗ്രൂപ്പിനോ ആയിട്ട് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എന്താണ് അവിടെ വരുമ്പോൾ വർക്കേഴ്സ് പെർഫോം ദ സെയിം ജോബ് റിപ്പീറ്റഡ്ലി. ഒരു വർക്കർ സ്ഥിരമായിട്ട് ഒരേ ജോലി തന്നെയായിരിക്കും അവരവിടെ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, പക്ഷേ ഇൻ കേസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് employees are divided into groups or teams for performing any task. അവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ എംപ്ലോയീസിനെ വിവിധ ഗ്രൂപ്പുകളാക്കിയിട്ട് അല്ലെങ്കിൽ ടീമുകളാക്കി നമ്മൾ തിരിക്കുന്നു. അങ്ങനെ ഏത് ടാസ്കുകളും അവർ ഒരുമിച്ചാണ് അവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഇന്ന ജോലി ഇന്ന ആൾക്ക് അങ്ങനെയല്ല. അവിടെ ഏത് ടാസ്ക് വന്നാലും അവിടെ ഒരു ടീം വർക്ക് ആയിട്ട് അല്ലെങ്കിൽ അവിടെ എംപ്ലോയീസ് ആർ വർക്കിംഗ് ടുഗെദർ, വളരെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഏതൊരു ടാസ്കും അവിടെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നറിയോ? ഒരു വർക്കറിന് പല ടാസ്കുകളായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. സ്ഥിരമായിട്ട് ഒരു ടാസ്ക് ആദ്യം വരുന്നു. ഒരു ടീമായിട്ട് നമ്മൾ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ ചിലപ്പോ ഒരു വർക്കർ തന്നെ പല ടാസ്കുകളിലൂടെയും അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞത് ആലോചിച്ച് നോക്കിയത് ഒരാളുടെ സ്കില്ല് വർദ്ധിക്കുന്നത് അപ്പോഴാണ്. ശരിയല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് ഒരു ജോലി ചെയ്യുന്നു,
ഓക്കെ, ആ ജോലിയിൽ നമ്മൾ നല്ല സ്കില്ല് നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ പോലും അറിയാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കിൽ ഉണ്ടെങ്കിൽ അത് അവിടെ ഡെവലപ്പ് ആവുന്നുണ്ടോ? ഇല്ല. അതേസമയം നമ്മുടെ ഏതൊരു ടാസ്ക് പല പല കാര്യങ്ങൾ നമ്മൾ ഒരേ സമയം ചെയ്യുന്ന സമയത്ത് ഇന്നിപ്പോ നമ്മൾ ഒരു ടാസ്ക് ചെയ്തു, നാളെ ചിലപ്പോൾ നമുക്ക് വേറൊരു കാര്യം ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ പല പല ടാസ്കുകൾ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ പോലും അറിയാതെ നമ്മുടെ പഴയ പലതരത്തിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ആയിട്ട് വരുന്നത്. അത് ഇതിനൊക്കെ നടക്കുക ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനൊക്കെ. പറഞ്ഞ കാര്യം മനസ്സിലായോ? അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പേഴ്സണൽ മാനേജ്മെന്റിലെ ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൺലി ബേസ്ഡ് ഓൺ ദ ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പൊ അവിടുത്തെ കുഴപ്പം എന്താണ്? The workers perform the same job repeatedly. But human resource മാനേജ്മെന്റിലെ എംപ്ലോയീസിനെ നമ്മൾ വിവിധ ടീമുകൾ ഗ്രൂപ്പുകളാക്കി മാറ്റുകയും ഏതൊരു ജോലിയും അവിടെ കൊളാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരുമിച്ചാണ് അവർ എന്ത് ചെയ്യുന്നത്, ഒരു ടാസ്ക് അവരവിടെ പെർഫോം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു വർക്കറിന് സ്ഥിരമായിട്ട് ഒരു ജോലിയല്ല ചെയ്യുന്നത്, പല പല ജോലികളും അവർക്ക് അവിടെ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, മനസ്സിലായോ വ്യത്യാസം? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്ത പോയിന്റ് കേട്ടോ, 7ാമത്തെ പോയിന്റ്. ഇൻ PM പേഴ്സണൽ മാനേജ്മെന്റ് ആണ് ഇതിന് ചുരുക്കി എഴുതിയിട്ടാണ് കേട്ടോ. ഇൻ PM the agreements are based on collective bargaining with the union leader. Conversely, in HRM there is no need for collective bargaining as individual contracts exist with each employee കേട്ടോ. ഓക്കെ, എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ്? നിങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. കളക്റ്റീവ് ബാർഗൈനിങ്ങിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് കളക്റ്റീവ് ആണ്, ഒരുമിച്ചാണ്. അതായത് ഒരു എംപ്ലോയീസിന് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അത് അവരുടെ ഒരു റെപ്രസെന്റേറ്റീവ്, അവർക്ക് ഒരു യൂണിയൻ ഉണ്ട്, ഒരു യൂണിയൻ ലീഡർ ഉണ്ടായിരിക്കും അല്ലെ. ആ യൂണിയൻ ലീഡർ വഴിയായിട്ട് അവരെന്ത് ചെയ്യാണ്, അവരുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റിനോട് അവരുടെ ആവശ്യങ്ങൾ പറയാണ്. അതാണ് എന്ത് കളക്റ്റീവ് ബാർഗൈനിങ് അല്ലെങ്കിൽ കൂട്ടായ വിരമേശം എന്ന് പറയും. അവിടെ ഒരു കൂട്ടം എംപ്ലോയീസ് ഉണ്ടാവും, അവർക്ക് പൊതുവായിട്ടുള്ള കുറെ ആവശ്യങ്ങൾ ഉണ്ടാവും. ആ ആവശ്യങ്ങൾ അവരെന്ത് ചെയ്യും, അവരുടെ റെപ്രസെന്റേറ്റീവ്, അവരുടെ യൂണിയൻ ലീഡർ മുഖാന്തരം അവരെന്ത് ചെയ്യാണ്, മാനേജ്മെന്റിനെ അറിയിക്കുകയാണ്. അങ്ങനെ മാനേജ്മെന്റും എംപ്ലോയീസും, ദാറ്റ് മീൻസ് പ്രധാനമായിട്ട് യൂണിയൻ ലീഡർ എന്ന് പറയുന്നത് ഹീസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് യൂണിയൻ ലീഡർ. അദ്ദേഹമാണ് അവരുടെ ആവശ്യങ്ങൾ പറയുന്നത് മാനേജ്മെന്റുമായിട്ട്. അങ്ങനെ മാനേജ്മെന്റും ആ ഒരു യൂണിയൻ ലീഡറും തമ്മിൽ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ അവർ തമ്മിലുള്ള ഒരു നെഗോഷിയേഷനിലൂടെയാണ് ഇത് എഗ്രിമെന്റുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. മനസ്സിലായല്ലോ? അതാണ് അവിടെ പറയുന്നത്. The agreements are based on collective bargaining with the union leader. ഓക്കെ, അതേസമയം HRM എങ്ങനെയാണ്? There is no need of collective bargaining as individual contracts with each employee. പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. കാര്യം എന്താണ്? അവിടെ ഓരോരുത്തരും, അതായത് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ എംപ്ലോയിയുമായിട്ട് ഒരു വ്യക്തിഗത കോൺട്രാക്ട് നിലനിൽക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവിടെ ഓരോ എംപ്ലോയിനെ വാല്യൂ ചെയ്ത് അവർ പരിഗണിക്കുന്നുണ്ട്. ഓരോ എംപ്ലോയിനും അവരുടേതായ ആവശ്യങ്ങള് അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയ്മെന്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രത്യേകം അവരുമായിട്ട് എന്താണ് സംസാരിച്ച് ആ ഒരു രീതിയിലാണ് നമ്മളവിടെ കോൺട്രാക്റ്റിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് അവിടെ എന്തിന്റെ ആവശ്യം വരുന്നില്ല, കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ എന്തിനു വരും? പേഴ്സണൽ മാനേജ്മെന്റിന് അത് വരും. കാര്യം അവിടെ വർക്കേഴ്സിന് വെറും ടൂൾസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ ഓരോ ഇൻഡിവിജ്വലിനൊന്നും അത് ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഒന്നും അവിടെ കൊടുക്കുന്നില്ല. ഒരു കൂട്ടം എംപ്ലോയീസ് ഉണ്ട്, അവരുടെ ആവശ്യങ്ങളുണ്ട്. അത് യൂണിയൻ ലീഡർ വഴിയായിട്ട് അവർക്ക് മാനേജ്മെന്റിനെ അറിയിക്കാം. അങ്ങനെ മാനേജ്മെന്റും യൂണിയൻ ലീഡറും തമ്മിൽ പരസ്പരം നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഏകദേശം മ്യൂച്വലി അക്സെപ്റ്റബിൾ ആവുന്ന രീതിയിൽ ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേരും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നമുക്കറിയാം, നമ്മൾ അവിടെ എംപ്ലോയീസിന്റെ ഒരു അസറ്റ് ആയിട്ടാണ് കൺസിഡർ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കളക്റ്റീവ് ആയിട്ടല്ല, ഓരോ ഇൻഡിവിജ്വലും പ്രത്യേകമായിട്ട് തന്നെ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരുമായിട്ട് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടൊരു കോൺട്രാക്ട്, ഇൻഡിവിജ്വൽ ആയിട്ട് പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു രീതിയിലാണ് അവിടെ കോൺട്രാക്ട് വരുന്നത്. സോ അവിടെ എന്തിന്റെ ആവശ്യം വരുന്നില്ല, കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? 8ാമത്തെ പോയിന്റ്. ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് ദ പേ ഈസ് ബേസ്ഡ് ഓൺ ജോബ് ഇവാലുവേഷൻ. അൺലൈക്ക് HRM where the basis of pay is performance evaluation. ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് കേട്ടോ. അതായത് പേഴ്സണൽ മാനേജ്മെന്റിനകത്ത് നമ്മൾ പേ ചെയ്യുന്നത് ജോബ് ഇവാലുവേഷനെ ബേസ് ചെയ്തതാണ്. ജോബ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ജോലിയുടെ വാല്യൂ, അതിന്റെ വർത്ത്, അതിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, അതിന്റെ റിക്വയർമെന്റ്, അതിനനുസരിച്ച് കൊണ്ടാണ് അവിടെ പേയ്മെന്റ് കൊടുക്കുന്നത്.
ഇപ്പൊ ഒരു ക്ലർക്ക് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണെങ്കിൽ ആ ക്ലർക്ക് എന്ന് പറയുന്ന ആ ഒരു പൊസിഷന്റെ റോളിൽ റെസ്പോൺസിബിലിറ്റി എന്താണ്, ആ ഒരു പൊസിഷന്റെ വാല്യൂ എന്താണ്, അതിനനുസരിച്ചുള്ള ഒരു പേയ്മെന്റ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അല്ലാതെ അവിടെ എംപ്ലോയിയുടെ പെർഫോമൻസോ അല്ലെങ്കിൽ അവർ എത്രത്തോളം നന്നായിട്ട് അവിടെ പെർഫോം ചെയ്യുന്നുണ്ടോ, എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ, അതൊന്നും അവിടെ കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. ഓൺലി ജോബ് ഇവാലുവേഷൻ, ആ ജോബ് അല്ലെങ്കിൽ ആ ജോബ് ഒരു പൊസിഷന്റെ വാല്യൂ, അതിന്റെ വർത്ത്, അതിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി, അത് മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് പേഴ്സണൽ മാനേജ്മെന്റിനകത്ത് പേയ്മെന്റ് നടത്തുന്നത്. പക്ഷേ HRM-ൽ അങ്ങനെയല്ല. അവിടെ ബേസിസ് ഓഫ് പെർഫോമൻസ് ഇവാലുവേഷൻ ആണ്. അവിടെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ എന്ത് കൊടുക്കുന്നത്, പേയ്മെന്റ് കൊടുക്കുന്നത്. ആ ഒരു എംപ്ലോയി എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം അവർ പെർഫോം ചെയ്യുന്നുണ്ട്, അതിനെ വിലയിരുത്തിക്കൊണ്ടാണ് അവിടെ എന്ത് കൊടുക്കുന്നത്, പേ ചെയ്യുന്നത്. ക്ലിയർ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇതാണ്. ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്, ordinary activities such as employee hiring, remunerating, training and harmony. On the contrary, human resource management focuses on treating employees as a valued asset which are to be valued, used and preserved. ഞാൻ അവിടെ പറയുന്നത് ഒരു പേഴ്സണൽ മാനേജ്മെന്റിനകത്ത് ഈ പറയുന്ന എംപ്ലോയി മാനേജ്മെന്റ് എന്ന് പറയുന്നത് തികച്ചും ഒരു റൂട്ടീൻ ടാസ്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു ഓർഡിനറി ആക്ടിവിറ്റീസ്, എംപ്ലോയീസിനെ ഹയർ ചെയ്യുക, അവർക്ക് റെമ്യൂണറേറ്റ് വെച്ച് അവർക്ക് പ്രതിഫലം കൊടുക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരുടെ ഇടയിൽ ഒരു ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യുക, അതെന്ന് പറയുന്ന ഒരു റൂട്ടീൻ ടാസ്ക് ആയിട്ട്, അതായത് ഒരു ഓർഡിനറി ആക്ടിവിറ്റീസ് ആയിട്ടാണ് പേഴ്സണൽ മാനേജ്മെന്റിനകത്ത് കണക്കാക്കുന്നത്. അതേസമയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത് എംപ്ലോയീസിന്റെ വളരെ വാല്യൂഡ് അസറ്റ് ആയിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. എന്നുവെച്ചാൽ അവരെ കുറെ കൂടെ വാല്യൂ ചെയ്യുന്നുണ്ട്, അവരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇതിന് പറയുന്ന അവരെ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി അവരെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. അല്ലെ? ഓക്കെ, ക്ലിയർ ആയല്ലോ? അവരുടെ ഓർഡിനറി ആയിട്ടാണോ? അല്ല, അത് ശരിക്കും ഒരു സ്പെഷ്യലൈസ്ഡ് ആക്ടിവിറ്റി ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അതിന്റെ ഹ്യൂമൻ റിസോഴ്സിന്റെ അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, these are the main difference between personal management and human resource management. Okay ആണോ? പോയിന്റുകൾ ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? വായിച്ചു നോക്കിയേ, ബാക്കി പോയിന്റുകളും കൂടെ വായിച്ചു നോക്കിയേ. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് HR മാനേജേഴ്സ് ഡ്യൂട്ടീസ് ആൻഡ് ലൈൻ മാനേജേഴ്സ് ഡ്യൂട്ടീസ് ആണ് കേട്ടോ. HR മാനേജറിന്റെ ലൈൻ മാനേജറുടെ ഡ്യൂട്ടി. ആദ്യം ഡ്യൂട്ടി അറിയുന്നതിനേക്കാളും മുമ്പ് HR മാനേജർ ആരാണ്, ലൈൻ മാനേജർ ആരാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് വേണം ഡ്യൂട്ടി പഠിക്കാനായിട്ട്. HR മാനേജർ ആരാണെന്നുള്ളത് മനസ്സിലായല്ലോ. ശരിക്കും എന്താണ്? ഹീസ് എ സ്പെഷ്യലിസ്റ്റ് ആണ് അല്ലെ. oversees the HR functions of an organization. അല്ലെ, ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാവിധ HR ഫങ്ഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടാണ് കേട്ടോ. സ്റ്റാഫിംഗ്, ഡെവലപ്മെന്റ്, റിക്രൂട്ടിംഗ്, സെലക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെന്റ്, ഇതൊക്കെ HR ഫങ്ഷൻസുകളാണ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഇതൊക്കെ HR ഫങ്ഷൻസ് ആണ് കേട്ടോ. അപ്പോ അങ്ങനെ ഒരു സ്ഥാപനത്തിലുള്ള എല്ലാവിധ HR ഫങ്ഷൻസിനെ ഓവർസീ ചെയ്യുന്ന, മേൽനോട്ടം വഹിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് ആര്? HR മാനേജർ എന്ന് പറയുന്നത് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ
ആരാണ് ലൈൻ മാനേജർ എന്ന് പറഞ്ഞാല്? ലൈൻ മാനേജർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സൂപ്പർവൈസർ ആണ്. Supervisor ആണ് who directly responsible for a team or department within an organization. അതായത് ഒരു ഓർഗനൈസേഷൻ അകത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ടീമാണ് കേട്ടോ. ഒരു ടീം ആ ടീമിനെയൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർവൈസർ, ഇതാണ് ആര് ലൈൻ മാനേജർ എന്ന് പറയുന്നത്. രണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. HR manager എന്ന് പറയുമ്പോൾ he's a specialist who oversees the HR functions of an organization. ഒരു സ്ഥാപനത്തിലെ എല്ലാവിധ HR functions ഓവർസീ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റിനെ നമ്മൾ HR മാനേജർ എന്ന് പറയുമ്പോൾ, ലൈൻ മാനേജർ is a supervisor who directly responsible for a team or department in an organization. അല്ലെ, ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ടീം അവരെ മേൽനോട്ടം വഹിക്കാൻ അല്ലെങ്കിൽ അവരെ ഡയറക്റ്റ് ചെയ്യാൻ എന്താണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർവൈസർ ആണ് ആര് ലൈൻ മാനേജർ ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് HR മാനേജർ ഡ്യൂട്ടീസ് ആണ് കേട്ടോ. HR മാനേജർ ഡ്യൂട്ടീസ് ഇതൊക്കെയാണ് HR മാനേജറിന്റെ ഡ്യൂട്ടീസ് വരുന്നത്. നോക്കിയേ, as a manager of an important division of an organization, the duties are usually many and also hold great importance in a company. Following are the duties of HR manager. Okay, നമുക്കറിയാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ഡിവിഷന്റെ മാനേജർ ആണ് HR മാനേജർ എന്ന് പറയുന്നത് അല്ലെ. ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന്റെ എന്താണ് ഹെഡാണ് അല്ലെ HR മാനേജർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധാരാളം ഡ്യൂട്ടീസ് ഉണ്ട്. ഒരു കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് HR മാനേജർ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, എന്തൊക്കെയാണ് ഒരു HR മാനേജറുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റിലാണ്, എളുപ്പമുള്ള പോയിന്റുകളാണ്. HR മാനേജറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഒന്നാമത് comparing and planning to make the best use of the employee talents and skills. അതാണ് comparing and planning to make the best use of the employee talents and skills. അതായത് നമ്മുടെ എംപ്ലോയീസിന്റെ ടാലൻസ് അതുപോലെ തന്നെ അവരുടെ സ്കില്ലുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുക അല്ലെ. ഒരു നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് അവരെ ഉപയോഗപ്പെടുത്തണം അല്ലെ. അതാണ് അവിടെ പറയുന്നത്. ആ ഒരു സ്ഥാപനത്തിന് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അവരുടെ സ്കില്ലുകളും അവരുടെ ടാലന്റുകളും പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലാനിങ്ങുകളും മറ്റും തയ്യാറാക്കുക. ആരാണ് ചെയ്തത്? HR മാനേജറാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താണ്? അഡ്മിനിസ്റ്റർ ദ വർക്ക് ഓഫ് സപ്പോർട്ട് സ്റ്റാഫ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഓഫ് ദെയർ ടീം. അവരുടെ HR ടീം ഉണ്ടല്ലോ, ആ HR ടീമിലുള്ള സപ്പോർട്ട് സ്റ്റാഫുകള് മറ്റ് സ്പെഷ്യലിസ്റ്റുകള് അവരുടെ ജോലികളൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യാം. അതായത് ഇദ്ദേഹം HR മാനേജറാണ്. അതുകൊണ്ട് HR ടീമിൽ പ്രവർത്തിക്കുന്ന മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകള് സ്പെഷ്യലിസ്റ്റുകള് അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ജോലി കാര്യങ്ങളൊക്കെ അവർ അഡ്മിനിസ്റ്റർ ചെയ്യാൻ അവരുടെ ജോലികൾ കൈകാര്യം ചെയ്യാം. അവരെ ഒരു അതോറിറ്റി എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ട ഡയറക്ഷൻസും മറ്റും കൊടുക്കുക എന്നുള്ളതും HR മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെന്താണ്? establishing a relationship between employee and the organization management. അതുപോലെ തന്നെ എംപ്ലോയിക്കും മാനേജ്മെന്റിനും നല്ലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യും. നല്ല റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ വളരെ കോർഡിയൽ ആയിട്ടുള്ള റിലേഷൻ, വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എംപ്ലോയിക്കും മാനേജ്മെന്റിനും ഇടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഗൈഡിങ് ഹെൽപ്പിംഗ് ദ ടീം ഇൻ റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് employee workforce. അതാണ് ഗൈഡ് ഇൻ ഹെൽപ്പിംഗ് ദ ടീം ഇൻ റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് എംപ്ലോയി വർക്ക്ഫോഴ്സ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയി വർക്ക്ഫോഴ്സ് ദാറ്റ് മീൻസ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതിനും അവരെ ഹയർ ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള ടീമിന് വേണ്ട സഹായം കൊടുക്കുന്നതിന് വേണ്ട സഹായം നൽകുക എന്നുള്ളതാണ് കേട്ടോ. പക്ഷെ HR ടീമാണല്ലോ എംപ്ലോയീസിനെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നതും ഹയർ ചെയ്യുന്നതും ആ ഒരു ടീമാണ്. അപ്പൊ ആ വർക്ക് ഫോഴ്സിനെ ഹയർ ചെയ്യാനും റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ടീമിനെ സഹായിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അടുത്തത് എന്താണ്? മാനേജ് ആൻഡ് ഇംപ്ലിമെന്റ് എംപ്ലോയി ബെനിഫിറ്റ് പ്രോഗ്രാംസ്. അതോടൊപ്പം തന്നെ എംപ്ലോയീസിന്റെ ബെനിഫിറ്റ് പ്രോഗ്രാംസുകള് അത് മാനേജ് ചെയ്യാം, അത് ഇംപ്ലിമെന്റ് ചെയ്യാം, നടപ്പിലാക്കുക അല്ലെ.
മാനേജ് ആൻഡ് ഇംപ്ലിമെന്റ് എംപ്ലോയി ബെനിഫിറ്റ് പ്രോഗ്രാംസ്. എംപ്ലോയീസിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന, അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന പ്രോഗ്രാംസുകൾ കൈകാര്യം ചെയ്യുക, അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ അടുത്തത് എന്താണ്? സോൾവിങ് ആൻഡ് അവോയ്ഡിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് അറൈസിംഗ് ഇൻ എൻ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന ഏത് തരത്തിലുള്ള സംഘർഷങ്ങള്, പ്രശ്നങ്ങള്, അത് കൃത്യമായിട്ട് പരിഹരിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കുക, അല്ലെ, അവോയ്ഡ് ചെയ്യുക. പിന്നെന്താണ്? കൺസൾട്ടിങ് വിത്ത് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഓവർ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷണൽ ഇഷ്യൂസ്. അതായത് നമ്മുടെ സംഘടനാപരമായിട്ടുള്ള, നമ്മുടെ സ്ഥാപനപരമായിട്ടുള്ള ഏത് തരത്തിലുള്ള പ്രധാന പ്രശ്നങ്ങളിലും മറ്റ് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യുക, അവരുമായിട്ട് കൂടി ആലോചിച്ച് അതിന് തീരുമാനങ്ങൾ എടുക്കാവുന്നതും HR മാനേജറുടെ ഡ്യൂട്ടിയാണ്. മനസ്സിലായോ? എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് എന്താണ്? നമ്മുടെ സ്ഥാപനത്തിന് പരമാവധി പ്രയോജനപ്പെടുന്ന രീതിയിൽ എംപ്ലോയീസിന്റെ ടാലന്റ്സും സ്കില്ലും ഒക്കെ പ്ലാൻ ചെയ്യുക, അല്ലെ, കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പ്ലാനുകൾ തയ്യാറാക്കുക. അതുപോലെ അവരുടെ ടീമിൽ പ്രവർത്തിക്കുന്ന സപ്പോർട്ട് സ്റ്റാഫുകൾ, സ്പെഷ്യലിസ്റ്റുകളുടെ ജോലികള് കൈകാര്യം ചെയ്യാം, അവരെ അഡ്മിനിസ്റ്റർ ചെയ്യാം. അതുപോലെ എംപ്ലോയീസിനും മാനേജ്മെന്റിനും ഇടയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് നടപ്പിലാക്കുക. പിന്നെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിനെ റിക്രൂട്ട് ചെയ്യാനും ഹയർ ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. എംപ്ലോയി ബെനിഫിറ്റ് പ്രോഗ്രാമുകൾ കൈകാര്യം ചെയ്യുക, നടപ്പിലാക്കുക. ഓർഗനൈസേഷനിൽ തന്നെ ഏത് തരത്തിലുള്ള സംഘർഷങ്ങൾക്കും പ്രശ്നങ്ങളും പരിഹരിക്കാം, അവോയ്ഡ് ചെയ്യാം. ഏത് തരത്തിലുള്ള സംഘടനാ പ്രശ്നങ്ങളും അതിന്റെ ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സുമായിട്ട് കൂടി ആലോചിച്ച് അതിന് തീരുമാനങ്ങൾ എടുക്കുക. These are the main duties of HR manager. Okay, HR manager എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലൈൻ മാനേജർ ഡ്യൂട്ടിയാണ്. ഞാൻ പറഞ്ഞു ലൈൻ മാനേജർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സൂപ്പർവൈസർ ആണ് കേട്ടോ. നോക്കുക, ആരാണ് ലൈൻ മാനേജർ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിരിക്കാം കേട്ടോ. ദ ലൈൻ മാനേജർ ഇസ് എ പേഴ്സൺ or employee of an organization who directly directs the other employees and is in charge of all the individuals working in a department. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് നമ്മുടെ ഒരു സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാരെ മുന്നോട്ട് നയിക്കുന്നതും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലുള്ള മറ്റ് ജീവനക്കാരുടെ ചുമതലകൾ വഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? ലൈൻ മാനേജർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, the line manager is a person or employee of an organization who directly directs the other employees. ആ സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാരെ നേരിട്ട് നയിക്കുന്നതും അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് ജീവനക്കാരുടെ ചുമതലകൾ വഹിക്കുകയും ചെയ്യുന്ന ശരിക്കും നല്ലൊരു സൂപ്പർവൈസർ റോളാണ് കേട്ടോ. അങ്ങനെ ഒരു വ്യക്തിയാണ് ആര്? ലൈൻ മാനേജർ എന്ന് പറയുന്നത് കേട്ടോ. The line manager reports to someone in a higher position and following are the duties of the line manager. ലൈൻ മാനേജർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സുപ്പീരിയർ ആയിട്ട് ഇരിക്കുന്ന ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അടുത്തായിട്ട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം കേട്ടോ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് ടാലന്റ് ടു ഫിൽ ടീം പൊസിഷൻസ്. അതായത് അവരുടെ ടീം ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, കാരണം അവർക്കൊരു ടീം ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടീമിലെ വിവിധ പൊസിഷൻസുകൾ ഫിൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ടാലന്റിനെ റിക്രൂട്ട് ചെയ്യുക. അതായത് ആ ഒരു അവിടെ വരുന്ന ഒഴിവുകളിലേക്ക്, ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന ഒഴിവുകളിലേക്ക്, ആ ഒരു ടീമിന്റെ വിവിധ പൊസിഷൻസുകളിലോട്ട് ഫിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുക, അവരെ ഹയർ ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്? പ്രൊവൈഡിങ് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ടു ന്യൂ ഹയേഴ്സ്. പുതുതായിട്ട് നിയമിക്കുന്ന ആളുകൾക്ക് വേണ്ട പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് വേണ്ട പിന്തുണ നൽകുക. പിന്നെന്താണ്? ജോബ് റൊട്ടേഷൻ ഇൻഷുർ. ഇവിടെ ഒന്ന് തിരുത്തണം കേട്ടോ, നിങ്ങൾ ഇങ്ങനെ എഴുതാം, ജോബ് റൊട്ടേഷൻ ഇൻഷുർ ഫ്ലെക്സിബിലിറ്റി എന്നാക്കാം കേട്ടോ. ഇവിടെ ജോബ് റൊട്ടേഷൻ ഇൻഷുർ ജോബ് റൊട്ടേഷൻ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ജോബ് റൊട്ടേഷൻ ഇൻഷുർ ഫ്ലെക്സിബിലിറ്റി എന്നാക്കാം കേട്ടോ. ജോബ് റൊട്ടേഷൻ, ഇവിടുത്തെ ജോബ് റൊട്ടേഷൻ എത്തിയിട്ടാണ് ഫ്ലെക്സിബിലിറ്റി എന്നാക്കാം. ആൻഡ് മിനിമൈസ് ദ അസൈൻമെന്റ് കവറേജ് ഗ്യാപ്സ് കേട്ടോ. അതായത് എന്താണ് ജോബ് റൊട്ടേഷൻ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നു. It is the process of transferring the employee from one job to another. നമ്മൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലൂടെ എംപ്ലോയീസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പല പല ജോലികളിലൂടെ അവിടെ എന്ത് ചെയ്യാണ്?
അത് തന്നെ ശ്രദ്ധിച്ച മൂവിങ് ബിറ്റ്വീൻ ജോബ്സ് അല്ലെ. അപ്പൊ ഈ ജോബ് റൊട്ടേഷൻ എന്ത് ഉറപ്പ് വരുത്തുന്നുണ്ട്? ഫ്ലെക്സിബിലിറ്റി, ഒരു ഫ്ലെക്സിബിലിറ്റി ഉറപ്പ് വരുത്തുന്നുണ്ട്. ആൻഡ് മിനിമൈസ് അസൈൻമെന്റ് കവറേജ് ഗ്യാപ്സ്. അതുപോലെ മിനിമൈസ് അസൈൻമെന്റ് കവറേജ് ഗ്യാപ്സ് അൺഫിൽഡ് ആയിട്ടുള്ള പൊസിഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഫിൽഡ് ആക്കേണ്ട പൊസിഷൻസുകൾ ഉണ്ടാവും. വേക്കന്റ് ആയിട്ടുള്ള പൊസിഷൻസിലൂടെ എന്താണ് ആളുകളെ കവർ ചെയ്യാം. ഈ ജോബ് റൊട്ടേഷനിലൂടെ, അതായത് ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ഇങ്ങനെ നമ്മൾ എംപ്ലോയീസിനെ റൊട്ടേറ്റ് ചെയ്ത് അവിടെ അൺഫിൽഡ് ആയിട്ട് കിടക്കുന്ന വേക്കൻസികൾ അങ്ങനെയുള്ള ഗ്യാപ്പുകളിലേക്ക് ആളുകളെ കവർ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ് മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതെ കാവ്യ, റിട്ടൺ എക്സാം ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ, ഡിസ്ക്രിപ്റ്റീവ് അല്ല. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ ഓപ്ഷൻസ് എന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് കേട്ടോ. നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ല. അങ്ങനെ ഒരു സംശയം വേണ്ട. നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ല കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്. പക്ഷെ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് എല്ലാത്തിനെയും പറ്റിയൊരു അറിവുണ്ടാവണം അല്ലെ. റിട്ടൺ എക്സാം ആകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം നമ്മള് പാസ്സാവണമെങ്കിൽ എല്ലാം ഫുൾ നോളജ് നമുക്ക് എഴുതാൻ. ഓക്കെ, എന്താണ് അച്ഛന് പറഞ്ഞ ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല, കുഴപ്പമില്ല. ടെക്സ്റ്റ് നിങ്ങൾ ഓഫീസിൽ വിളിക്കുക കേട്ടോ. ഓഫീസിൽ വിളിച്ചിട്ട് പേയ്മെന്റ് കൊടുത്താൽ എത്രയും പെട്ടെന്ന് തന്നെ ടെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓഫീസായിട്ട് കോൺടാക്ട് ചെയ്യണം. പെട്ടെന്ന് തന്നെ ടെക്സ്റ്റ് കളക്ട് ചെയ്യാൻ നോക്കിക്കോളൂ കേട്ടോ. കാര്യം എന്താണെന്നറിയോ, ഡെയിലി ക്ലാസ് എടുത്ത് പോവുമല്ലേ. അപ്പൊ നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ഇല്ലാണ്ട് പറ്റില്ല. എത്രത്തോളം നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും, അതിനൊരു പരിമിതി ഇല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.